ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് മൈ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കറിയാണ്. ഇതൊരു നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ഞാനിതിനു മുമ്പ് പ്രഷർ കുക്കറിൽ ഒരു വഴുതനങ്ങ തക്കാളിക്കറിയും വെണ്ടക്ക ഉരുളക്കിഴങ്ങ് മസാലയും രാജ്മ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ വളരെ നല്ല കറികളാണ്. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയാണ്. പൊട്ടറ്റോയുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണിത്. ഇനി വേണ്ടത് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഗ്രീൻ പീസ് ഞാനിവിടെ ഒരു 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഉണങ്ങിയ ഗ്രീൻ പീസ് കുതിർത്തുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. ഇനി വേണ്ടത് സവാള നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്. ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്: കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. ഇപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് എടുക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് എണ്ണ, ആവശ്യത്തിന് ഉപ്പുപൊടി. തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം കൂടി ഇട്ട് പൊട്ടിക്കണം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും സവാളയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ മസാലയ്ക്ക് കഷ്ണങ്ങൾ പിടിക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുക്കർ മൂടാം. കുക്കർ മൂടിയതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം 2 വിസിൽ വന്നു കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ സ്റ്റൗ വീണ്ടും ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഒന്ന് പാകത്തിന് തിക്കാക്കി എടുക്കണം. ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. കറി ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. റെഡിയായ കറി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ കറി നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.